ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് +1 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയാണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 1 ആണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താ നോക്കാം. ആഫ്റ്റർ സ്റ്റഡിയിങ് ദിസ് ചാപ്റ്റർ യു വിൽ ബി ഏബിൾ ടു സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് നീഡ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ അർത്ഥവും അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കും ഈ ചാപ്റ്ററിൽ. നെക്സ്റ്റ് വൺ, ഡിസ്കസ് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് എങ്ങനെയാണ് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആവുന്നത് എന്നും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. തേർഡ് വൺ, ഐഡന്റിഫൈ ദി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്, അത് ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നാലാമത്തേതായിട്ട് എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അഞ്ചാമത്തത് ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പങ്ക്, റോൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരും. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്നും രണ്ടാമത്തത് വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്നും. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ ഓക്കെ നിങ്ങൾ ഡെഫിനിഷൻ തന്നെ എഴുതണം. ഓക്കെ, ഡെഫിനിഷൻ തന്നെ എഴുതണം. അതായത് ആരെങ്കിലും ആ ടേമിനെ, അക്കൗണ്ടിങ് എന്നുള്ള ടേമിനെ ഏതെങ്കിലും വ്യക്തി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാവാം. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മീനിങ് എന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അർത്ഥമാണ്. ഓക്കെ, അർത്ഥമാണ് ചോദിക്കുന്നത്. ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ രൂപീകരിച്ചിട്ടുള്ള കുറച്ച് ടേംസ്, ഒരു പാരഗ്രാഫ് പോലത്തെ കുറച്ച് ടേംസ് ആണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ട് മനസ്സിലാക്കാം. അപ്പോൾ മീനിങ് എന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മീനിങ്ങും ഡെഫിനിഷനും ഒക്കെ എഴുതാം. ഓക്കെ, സൈഡ് ഹെഡിങ് ആയിട്ട് ഡെഫിനിഷൻ കൊടുത്ത് ഡെഫിനിഷനൊക്കെ എഴുതാം. പക്ഷേ ഡെഫിനിഷൻ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡെഫിനിഷൻ മാത്രം എഴുതണം. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കുത്തും കോമയും ഒന്നും മാറാതെ അതേപോലെ എഴുതണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാക്കാതെ ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ്. അതിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റിലെ പഠിക്കാൻ പോകുന്നത്. AICPA had defined accounting as the art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of the financial character and interpreting the result thereof. അപ്പോൾ AICPA എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? AICPA പറയാണ് അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്, ഒരു കലയാണ്. ഒരു കലയാണ്. എന്തിന്റെ കലയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ്സിൽ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ ഇടപാടുകൾ ഉണ്ടാവും. ആ ഇടപാടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ ആ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന്റെ ഒരു കലയാണ്. ഒരു കല പോലെ നമ്മൾ അത് രേഖപ്പെടുത്തുക. ഓരോ ഓർഡറിൽ ഇങ്ങനെ ഫസ്റ്റ് ഇന്നുണ്ടായ, ഇപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ ആലോചിക്കാം. അതിൽ ഫസ്റ്റ് ഇന്നുണ്ടായ ട്രാൻസാക്ഷൻ എന്താ? ഫസ്റ്റ് രാവിലെ 10 മണിക്ക് ഇന്ന വ്യക്തി വന്ന് ഇന്ന സാധനങ്ങൾ മേടിച്ചു. രണ്ടാമത്തത് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തി. അങ്ങനെ ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അത് റെക്കോർഡ് ചെയ്യുക അല്ലേ? വൃത്തിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്തു ഒക്കെ ഇന്ന വ്യക്തി വന്ന് മേടിച്ചു, നെക്സ്റ്റ് അടുത്ത ആൾ വന്ന് മേടിച്ചു. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന, അങ്ങനെ രേഖപ്പെടുത്തുന്നതിന്റെ ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്? ക്ലാസിഫയിങ്. ക്ലാസിഫയിങ് എന്ന് വെച്ചാൽ നമ്മളത് തരം തിരിക്കുക. ഓരോ ട്രാൻസാക്ഷൻസിന് ഓരോ രൂപങ്ങളുണ്ട്. അതായത് ഓരോ ഇടപാടുകളിന് ഓരോ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾ അതിനെ തരം തിരുത്തി ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. നമ്മൾ റെക്കോർഡ് ചെയ്യുക ജേർണൽ എന്ന് പറയുന്ന ബുക്കിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരികയാണ്. നമ്മൾ റെക്കോർഡിംഗ് എന്നുള്ള ആ പ്രോസസ്സ് നമ്മൾ ചെയ്യുക ജേർണൽ എന്ന് പറയുന്ന ബുക്കിലാണ്. ക്ലാസിഫയിങ് എന്ന് വെച്ചാൽ ഓരോന്നും നമ്മൾ ഓരോ രീതിയിൽ തരം തിരിക്കും. അതായത് നമുക്ക് ഒരു ബിസിനസ്സിൽ സെയിൽസ് മാത്രമല്ല ഉണ്ടാവുക, പർച്ചേസ് ഉണ്ടാവും അല്ലെ? സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും, വിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ അതേപോലെ കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ അതൊക്കെ തരം തിരിച്ചെഴുതുന്നതിനാണ് ക്ലാസിഫയിങ് എന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത് കേട്ടോ. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഡോണ്ട് വറി. പിന്നെ മൂന്നാമത്തത് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് വെച്ചാൽ നമ്മൾ ചുരുക്കുക. നമ്മൾ എല്ലാതും കൂടി ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് ചുരുക്കിയിട്ട്, കാരണം കുറേ ഉണ്ടാവും, അതെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ചുരുക്കി എഴുതുന്നതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയാം. ഈ സമ്മറൈസിങ് നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, അതേപോലെ ബാലൻസ് ഷീറ്റ്, ഇങ്ങനത്തെ അക്കൗണ്ടുകളാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, സമ്മറൈസിങ്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരികയാണ്. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ? അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ പ്രധാനമായ, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക കേട്ടോ. അതായത് എങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, പൈസൻ്റെ രൂപത്തിലുള്ളത്, അതുപോലെ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഇടപാടുകളുടെ രൂപത്തിലുള്ളത്, ആൻഡ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ
നടന്ന സംഭവങ്ങൾ, അതായത് പൈസ മൂല്യം കണക്കാക്കുന്നത്, പൈസത്തിന്റെ മൂല്യമുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ. അതുകളാണ് സിഗ്നിഫിക്കൻ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെയും പറയാണ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് ദി അറ്റ്ലീസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൾക്ക് ഈ ബിസിനസ്സിൽ നടന്ന ഇടപാടുകൾക്ക് പൈസന്റെ മൂല്യം ഉണ്ടാവണം. ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അതിനുശേഷം ഇതിന്റെ റിസൾട്ട് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാണ്, അർത്ഥം മനസ്സിലാക്കണം. അതായത് മൊത്തത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനാണ് ഇന്റർപ്രിറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ശരിക്കും ഇതിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ്, അതായത് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ 4 സ്റ്റെപ്പുകളാണുള്ളത് ഒരു അക്കൗണ്ടിങ്ങിന്. ആ 4 സ്റ്റെപ്പും ഈ ഡെഫിനിഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് വൺ റെക്കോർഡിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ റെക്കോർഡിംഗ്. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യും ഒരു ട്രാൻസാക്ഷൻ. രണ്ടാമത്തത് ക്ലാസിഫയിങ്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യും, തരംതിരിക്കും. മൂന്നാമത്തത് സമ്മറൈസിങ്, അതിനെ ചുരുക്കും. നാലാമത്തത് ഇന്റർപ്രിറ്റിംഗ്. ഓക്കെ, നാലാമത്തത് ഇന്റർപ്രിറ്റിംഗ്. ആ ചുരുക്കിയതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് ആയിട്ട്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ പ്രോസസ്സും ഉൾപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം ബൈ ഹാർട്ടാക്കി പഠിക്കുക. എവിടേക്കാണ് കുത്ത് കോമ വരുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എക്സാമിന് ഡെഫിനിഷൻ ചോദിച്ചാൽ അതുപോലെ തന്നെ എഴുതണം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് AAA ഡെഫിനിഷനാണ്. AAA എന്ന് വെച്ചാൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. അതിന്റെ പേരാണ്, ഫുൾ ഫോം ആണ് ദ അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ. അവർ അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. Defined accounting as the process of identifying, measuring and communicating economic information to permit informed judgments and decision by users of information. ഓക്കെ, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്, തിരിച്ചറിയാണ്. എന്താണ് തിരിച്ചറിയുന്നത്? ആൻഡ് മെഷറിങ്. ഓക്കെ, ആദ്യം ഐഡന്റിഫൈ, ആദ്യം തിരിച്ചറിയണം. രണ്ടാമത്തത് മെഷർ ചെയ്യണം, അതായത് അളക്കണം. മൂന്നാമത്തത് ഇവിടെ മെഷറിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് അതിന് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാട്ടോ. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്, അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് ബാക്കിയുള്ളവരുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം, ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കണം. എന്തിനെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്? എക്കണോമിക് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനെ കുറിച്ച്? സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ മനസ്സിലാക്കുക, ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, രണ്ടാമത്തെ അതിനെ മെഷർ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, മൂന്നാമത്തത് അത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഡിസിഷൻ ബൈ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് യൂസ് ചെയ്യുക, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നവർക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട്, അവർക്ക് ജഡ്ജ്മെന്റ് നടത്താൻ, വിലയിരുത്താൻ ഈ കമ്പനീന്റെ പൊസിഷൻ എന്താണ്, ഇതിന്റെ നിലവാരം എന്താണെന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡെഫിനിഷനും, അതായത് AICPA ഡെഫിനിഷനും അതുപോലെ തന്നെ AAA ഡെഫിനിഷനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് AICPA ഡെഫിനിഷനാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡെഫിനിഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് എഴുതാനും ശ്രമിക്കുക. അതുപോലെ തന്നെ 2ന്റെയും ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, സപ്പോസ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മീനിങ് ആണ്. Accounting can therefore be defined as the process of identifying, measuring, recording and communicating the required information related to economic events of an organization to the interested users such of information. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ നമുക്ക് ഇത് രണ്ടെന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, മെഷർ ചെയ്യണം, പിന്നെ അത് റെക്കോർഡ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? എക്കണോമിക് ഈവൻറ്റ്സ്, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, അത് കാൽക്കുലേറ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവരെ അറിയിക്കുക. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത്? ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച്, അതിൻ്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ഇൻഫർമേഷൻ എത്തിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മീനിങ് ആയിട്ട് എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മീനിങ് ആയിട്ട് എഴുതാം. ഇൻ ഓർഡർ ടു അപ്രീഷിയേറ്റ് the exact nature of accounting, we must understand the following relevant aspect of the definition. ഈ ഡെഫിനിഷനിൽ വന്നിട്ടുള്ള, നമ്മൾ പഠിച്ച ആ ഡെഫിനിഷനിൽ വന്നിട്ടുള്ള കുറച്ച് റെലവെൻ്റ് ആയിട്ടുള്ള ടേംസുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ എക്കണോമിക് ഈവൻറ്റ്. എന്താണ് ഒരു എക്കണോമിക് ഈവൻറ്റ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത് ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. നാലാമത്തത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ ടേംസുകൾ
എന്താണ്, ഡെഫിനിഷനിൽ വന്നിട്ടുള്ള ഈ ടേംസുകൾ എന്താണ് എന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് ഈവന്റ് എന്താണെന്നുള്ളതാണ്. എക്കണോമിക് ഈവന്റ് എന്ന് വെച്ചാൽ ആൻ എക്കണോമിക് ഈവന്റ് ഈസ് നോൺ ആസ് എ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് വിച്ച് ആർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു എക്കണോമിക് ഈവന്റ് എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക ഇടപാട് എന്താന്ന് വെച്ചാൽ ബിസിനസ് ഓർഗനൈസേഷൻ നടത്തുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. കുറേ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവും, മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടാവും, അതേപോലെ തന്നെ അങ്ങനെ കുറേ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു സംഭവം നമ്മളെ കയ്യിലോട്ട് എത്തുക അല്ലേ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ അനന്തരഫലം, അതിൻ്റെ കോൺസിക്വൻസസ് എന്നുള്ള രീതിയിൽ, ആ ചെയ്യുന്ന പ്രക്രിയയുടെ അനന്തരഫലം എന്നുള്ള രീതിയിൽ ആ ബിസിനസ്സിന് കുറേ ട്രാൻസാക്ഷൻസ് കിട്ടും, ഇടപാടുകൾ കിട്ടും. ഈ ഇടപാടുകൾ മോണിറ്ററി ടേംസിലാണ് എന്നുണ്ടെങ്കിൽ, മണി റിലേറ്റഡ് ആയിട്ടുള്ള, പൈസ റിലേറ്റഡ് ആയിട്ടുള്ള ഇടപാടുകളാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻ എക്കണോമിക് ഈവന്റ്, ഒരു സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് മെഷീനറി. ഒരു മെഷീനറി ഒരു ഓർഗനൈസേഷൻ മേടിച്ചു, അതായത് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും ആ മെഷീനറി മേടിക്കുക. അപ്പോൾ ഒരു മെഷീനറി ആ ഓർഗനൈസേഷൻ മേടിച്ചാൽ അതിൽ കുറേ സാമ്പത്തിക കാര്യങ്ങൾ വരുന്നുണ്ടാവും ആ ഓർഗനൈസേഷൻ. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റാളിംഗ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് റെഡി ഫോർ മാനുഫാക്ചറിംഗ് ഈസ് ആൻ ഈവന്റ് വിച്ച് കംപ്രൈസസ് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അല്ലെ, ഒരു മെഷീനറി മേടിച്ച് മാത്രം പോലെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉണ്ടാവും, അത് റെഡി ആവുന്ന ആ പ്രൊഡക്ഷൻ പ്രോസസ്സിന് അത് റെഡി ആവുന്ന ടൈം വരെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്ത് വരുന്നുണ്ട്, പൈസ അല്ലെ, ഒന്നെങ്കിൽ നമുക്ക് ചിലവ് വരുന്നുണ്ടാവും അല്ലെങ്കിൽ വരവ് വരുന്നുണ്ടാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിനൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയും, അതായത് പൈസ ആയിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാവും. സച്ച് ആസ്, എങ്ങനെയാണ് പറയുന്നത്, ബൈയിങ് എ മെഷീൻ അല്ല, ഒരു മെഷീൻ മേടിക്കുമ്പോൾ നമുക്ക് പൈസ ചിലവുണ്ട്. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എ മെഷീൻ. ആ മെഷീൻ നമ്മൾ മേടിച്ചതിന് ശേഷം നമ്മളെ കമ്പനിയിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടാവും അല്ലേ, അപ്പോൾ ഒരു ചിലവുണ്ടാവും. സൈറ്റ് പ്രിപ്പറേഷൻ ഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് ദി മെഷീൻ. ആ മെഷീനറി വെക്കാൻ വേണ്ടിയിട്ടൊരു ഫാക്ടറി പോലത്തെ ഒരു സൈറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം, അവിടെ നമുക്ക് ചിലവുണ്ട്. നാലാമത്തത് എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഓൺ ഇറ്റ്സ് ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ട്രയൽ റൺ, അല്ലെ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിലവ് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ എക്കണോമിക് ഈവന്റ് ആണ്, അതായത് സാമ്പത്തിക ഇടപാടുകളുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്കണോമിക് ഈവന്റ് എന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ട് ടൈപ്പ് ഓഫ് എക്കണോമിക് ഈവന്റ് ഉണ്ട് കേട്ടോ, എക്സ്റ്റേണൽ ഈവന്റ് അതേപോലെ ഇന്റേണൽ ഈവന്റ്. എന്താണെന്ന് മനസ്സിലാക്കാം. If an event involves transactions between an outsider and an organization, these are known as external events. External events എന്ന് പറഞ്ഞാൽ പുറമേ, ബിസിനസ്സിൻ്റെ പുറമേ നടക്കുന്ന, ഔട്ട്സൈഡറും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനും തമ്മിൽ നടക്കുന്ന ഈവൻറ്റിനെയാണ് എക്സ്റ്റേണൽ ഈവൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സെയിൽസ് ഓഫ് മെർച്ചൻഡൈസ് ടു ദി കസ്റ്റമേഴ്സ്. മെർച്ചൻഡൈസ് മീൻസ് ചരക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ. നമ്മൾ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നു. നമ്മൾ വിൽക്കുന്നത് ആർക്കാ, കസ്റ്റമേഴ്സിന്. കസ്റ്റമേഴ്സ് ഔട്ട്സൈഡറാണ്, അതുകൊണ്ടാണ് അത് എക്സ്റ്റേണൽ ഇവന്റ്. റെൻഡറിങ് സർവീസസ് ടു ദി കസ്റ്റമേഴ്സ് ബൈ ABC ലിമിറ്റഡ്. സർവീസ് കൊടുക്കുന്നു, നമ്മൾക്ക് സാധനങ്ങളും വിൽക്കാം സർവീസും വിൽക്കാം. സർവീസ് എന്ന് വെച്ചാൽ ഇതുപോലെ ടീച്ചിങ്, അതുപോലെ തന്നെ ബാർബർ, ഇങ്ങനത്തെ ഡോക്ടർമാർ, ഇവരൊക്കെ ചെയ്യുന്ന സർവീസാണ്. അപ്പോൾ അതും വിൽക്കുക. പേയ്മെൻറ്റ് ഓഫ് മന്ത്ലി റെൻറ്റ് ടു ദി ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിന് റെൻറ്റ്, വാടക കൊടുക്കുന്നതിന്. ആ സ്ഥലം നമ്മൾ മേടിച്ചിട്ടുണ്ടാവും, ആ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ അതിന് വാടക നമ്മൾ പുറമേ ഉള്ള ഒരു വ്യക്തിയാണ് ലാൻഡ് ലോഡ്, അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അതും എന്താ, ഔട്ട്സൈഡറാണ്. സോ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഈവൻറ്റ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇന്റേണൽ ഇവന്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇന്റേണൽ ഇവന്റ് എന്ന് വെച്ചാൽ ആൻ ഇന്റേണൽ ഇവന്റ് ഈസ് ആൻ എക്കണോമിക് ഇവന്റ് ദാറ്റ് ഒക്കേഴ്സ് എൻറ്റയർലി ബിറ്റ്വീൻ ദി ഇന്റേണൽ വിങ്സ് ഓഫ് എൻ എന്റർപ്രൈസസ്. എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന ഈവന്റ്സിനെ, പണമിടപാടുകളെയാണ് ഇന്റേണൽ ഈവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഉള്ളിൽ നടക്കുക. എൻറ്റയർലി അതിന്റെ ഉള്ളിലായിരിക്കും ആ ഈവന്റ്സ് നടക്കുക. പുറമേ ഉള്ള വ്യക്തിക്ക് ആവില്ല കൊടുക്കുക, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. First one, supply of raw materials or components by the store department to the manufacturing department. അതായത് ഒരു ഓർഗനൈസേഷനിൽ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലേ. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സ്റ്റോർ ഉണ്ടാവും, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറേ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ തമ്മിലുള്ള ഇടപാടുകൾ ഇന്റേണൽ ഈവന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തു കണ്ടോ, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഓർ കോമ്പണൻസ് ബൈ ദി സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ടു ദി മാനുഫാക്ചറിംഗ്
മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷനിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ലൈക്ക് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഇവർ തമ്മിലുള്ള ഇടപാടുകളാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അതൊന്നാണ്, ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന എക്സാമ്പിളിൽ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് റോ മെറ്റീരിയൽസ് കൊടുത്താൽ, റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അസംസ്കൃത വസ്തുക്കൾ എന്നാ പറയാം. അതായത് ഫസ്റ്റ് നമ്മൾക്ക് കുറേ വസ്തുക്കൾ ഉണ്ടാവും, അത് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ കൊക്കോ, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം, അത് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ആ ചോക്ലേറ്റ് എന്നുള്ള സംഭവം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ ഫസ്റ്റത്തെ നമ്മൾ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു മെറ്റീരിയൽ ഉണ്ടാവും. ആ കുറേ പ്രൊഡക്റ്റിനെയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഈ റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുത്താലുള്ളൂ അവിടെ പ്രൊഡക്ഷൻ നടക്കുക, മാനുഫാക്ചറിങ് നടക്കുക. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുത്താൽ അത് ഒരു ഇന്റേണൽ ഇവന്റ് ആണ്. ഓക്കെ. രണ്ടാമത്തത് പേയ്മെന്റ് ഓഫ് വേജ് ടു ദി എംപ്ലോയീസ് അല്ലെ. നമ്മൾ ഓർഗനൈസേഷനിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും, കുറേ വർക്കേഴ്സ് അല്ലെങ്കിൽ കുറേ ആളുകൾ ഉണ്ടാവും പണിയെടുക്കുന്നത്. അവർക്ക് നമ്മൾ വേജ് കൊടുക്കണം. അത് ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള വ്യക്തികളാണല്ലോ. ഓക്കെ. അപ്പോൾ അത് ഒരു ഇന്റേണൽ ഈവന്റ് ആണ്. നമ്മൾ അപ്പോൾ എക്സ്റ്റേണൽ ഈവന്റ് എന്താണെന്നും ഇന്റേണൽ ഈവന്റ് എന്താണെന്നും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ ടേംസ് എന്താണെന്നുള്ളതാണ്. ഐഡന്റിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. തിരിച്ചറിയുക. എന്താണ് തിരിച്ചറിയേണ്ടത്? ഏത് കാര്യം റെക്കോർഡ് ചെയ്യണം. നമ്മളെ ബുക്ക് ഓഫ് അക്കൗണ്ടിങ് ബുക്ക് ഉണ്ടാവില്ല, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനാണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാതും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു മോണിറ്ററി ടേംസിലുള്ള, അതായത് പണമൂല്യം വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ്, അതിനെ തിരിച്ചറിയുക, ഏത് കാര്യമാണ് പൈസ ഇടപാട് നടന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിവിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടു ഐഡന്റിഫൈ ഈവൻറ്റ്സ് വിച്ച് ആർ ടു ബി റെക്കോർഡഡ്. നമ്മൾ രേഖപ്പെടുത്തേണ്ട ഈവൻറ്റ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ഒബ്സർവിംഗ് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിംഗ് ദോസ് ഈവൻറ്റ്സ് വിച്ച് ആർ ഓഫ് കൺസിഡേർഡ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് റിലേറ്റഡ് ടു ദി ഓർഗനൈസേഷൻ. നമ്മൾ ഒബ്സർവ് ചെയ്യണം എല്ലാ ആക്ടിവിറ്റികളും, അതായത് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം അതിൽ പൈസ മൂല്യമുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്ക്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരെ അല്ലേ, അവർക്ക് കുറേ മൂല്യങ്ങളുണ്ടാവും. അതായത് ഒരു വ്യക്തി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു വ്യക്തി ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഒരാൾ മോഡറേറ്റ് ആയിരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലെ. അവരുടെ പെർഫോമൻസ് ഒക്കെ പല രീതിയിലായിരിക്കും. പക്ഷെ അതിന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ വാല്യൂ എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് കൊടുക്കുന്ന വേജ് എന്നുള്ളതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മാനേജീരിയൽ പൊസിഷൻസ് ഓർ അപ്പോയിൻമെന്റ് ഓഫ് പേഴ്സണൽ ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് നൺ ഓഫ് ദീസ് ആർ റെക്കോർഡഡ്. അതായത് മാനേജീരിയൽ പോളിസിയിൽ വ്യത്യാസം വരും. ഒരു ഓർഗനൈസേഷൻ്റെ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. പക്ഷെ അതിലൊക്കെ മോണിറ്ററി ടേംസിലുള്ള വല്ല കാര്യങ്ങളും നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന റൂൾസ് ആൻഡ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അവിടെ മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് അത് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മൂന്നാമത്തത് അപ്പോയിൻമെന്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് വെച്ചാൽ വർക്കർ എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ എംപ്ലോയി എന്നൊക്കെയാണ്. അപ്പോൾ അവർ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് കുറേ പ്രോസസ്സിലൂടെ ആയിരിക്കും. ഒരു വ്യക്തിനെ നമ്മളൊരു ജോലിക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ ഇന്റർവ്യൂ കാര്യങ്ങൾ, അതൊക്കെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ പൈസന്റെ മൂല്യം വരുന്നില്ല. അയാൾ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതിന് പൈസന്റെ മൂല്യമില്ല. അയാൾക്ക് വേജ് കൊടുക്കുകയാണെങ്കിൽ അത് ഓക്കെ. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഐഡന്റിഫിക്കേഷൻ. However, when a company makes a sales or purchase, cash or credit, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സെയിൽസ് നടന്നു, പർച്ചേസ് നടന്നു, അത് ക്യാഷിലാവട്ടെ ക്രെഡിറ്റിലാവട്ടെ, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് കടമായിട്ട് കടം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുമല്ലോ, അയാൾ പറഞ്ഞൊരു കാലാവധി കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പണമിടപാടുകൾ അത് അപ്പോൾ അവിടെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പണം ഉണ്ട് കേട്ടോ, കാരണം കുറച്ച് ഒരു ഡിലേ വരും എന്നുള്ള രീതിയിലല്ലെങ്കിൽ അതിന് പണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ. രണ്ടാമത്തത് മെഷർമെന്റ്. മെഷർ ചെയ്യുക, അതായത് ഈ മോണിറ്ററി ടേംസിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര രൂപയായി എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക. മൂന്നാമത്തതായിട്ടുള്ളത് റെക്കോർഡിംഗ്. വൺസ് ദ ഇക്കണോമിക് ഈവൻറ്റ്സ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് മെഷേർഡ് ഇൻ ദി ഫിനാൻഷ്യൽ ടേംസ്, ദേ ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ മോണിറ്ററി ടേംസ് ആൻഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് എന്താ പറയുന്നത്, നമ്മൾക്ക് ഒരു പ്രാവശ്യം മനസ്സിലായി, അതായത് നമ്മൾ ഈ കാര്യത്തിന് മോണിറ്ററി ടേംസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽ നടന്നു, ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ നടന്നു. അപ്പോൾ അതിൽ പൈസ ഇടപാട്
ഇടപാടുണ്ട് എന്ന് മനസ്സിലാക്കി. ഓക്കെ, അതാണ് ഐഡന്റിഫിക്കേഷൻ. മെഷർമെന്റ് എന്ന് വെച്ചാൽ ആ പൈസ ഇടപാടിന് വന്നിട്ടുള്ള രൂപ എന്ന് പറയുന്നത് 100 രൂപ. ഓക്കെ, അത് മെഷർമെന്റ്, അതായത് 100 രൂപ. അതിന് കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് ചെയ്ത് വെക്കുക, അത് 100 രൂപ. അത് രണ്ടും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തേർഡ് പ്രോസസ്സാണ് എന്ത്, റെക്കോർഡ് ചെയ്യുക അല്ലേ. അതായത് എങ്ങനെ റെക്കോർഡ് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിറ്റു, അതിന് 100 രൂപ കിട്ടി എന്ന് പറഞ്ഞ് ആ റെക്കോർഡ് ചെയ്യുന്ന ആ അക്കൗണ്ടിങ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് എപ്പോഴും ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നടന്നത് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യും. അതായത് 10 മണിക്ക് നടന്നത് 10 മണിക്ക് റെക്കോർഡ് ചെയ്യും, പിന്നെ 10:30 നടന്നത് നെക്സ്റ്റ് റെക്കോർഡ് ചെയ്യും, സെക്കൻഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അതായത് ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അതായത് രാത്രി നടന്ന കാര്യമല്ല ഫസ്റ്റ് കൊണ്ട് എഴുതേണ്ടത്, ആദ്യം നടന്നത് ആദ്യം എഴുതുക. ഓക്കെ, ആ ഫസ്റ്റ് നടന്നത് ഫസ്റ്റ് എഴുതുക, പിന്നെ നെക്സ്റ്റ്, അതിനെ ആ ഓർഡറിനെ ഫോളോ ചെയ്ത് എഴുതുന്നതിനാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് ചെയ്യേണ്ടത് എപ്പോഴും ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓർഡറിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മളുടെ മേലൊരു മാനേജർ ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ ഓർഗനൈസേഷൻ ഒരു മാനേജർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അയാൾക്ക് ഈ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അയാൾ റെക്കോർഡ് ചെയ്തത് കൊടുക്കുന്ന ആ വിവരങ്ങൾ മറ്റുള്ള വ്യക്തികളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ വിവരങ്ങൾ അറിയിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ എക്കണോമിക് ഇവന്റ്സ് ആർ ഐഡന്റിഫൈഡ്, മെഷർഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ഓർഡർ ദാറ്റ് ദി pertinent information is generated and communicated in certain forms to management and other internal and external users. അല്ലെ, നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ ഈസ് റെഗുലർലി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. ഈ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് മുഖേനയാണ് നോർമലി ഈ ഇൻഫർമേഷൻസ് ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓർഗനൈസേഷൻ. എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ റിഫേഴ്സ് ടു ദി ബിസിനസ് എന്റർപ്രൈസസ് വെദർ ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവ്. അതായത് ഒരു ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങിയത് പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ലാഭമില്ലാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ ചാരിറ്റി അങ്ങനത്തെ രീതിയിൽ നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങിയാലും അതിന് നമ്മൾ എന്ത് പറയും? ഒരു ഓർഗനൈസേഷൻ എന്ന് പറയും. പ്രോഫിറ്റിന്, ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാരിറ്റി കാര്യങ്ങൾ, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. പ്രോഫിറ്റ്, ലാഭം പ്രതീക്ഷിക്കാതെ ഉണ്ടാക്കുന്ന കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പല ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്. നിങ്ങൾ വരുന്ന ബിസിനസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്, ബട്ട് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇറ്റ് ക്യാൻ ബി എ സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ. സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ എന്ന് വെച്ചാൽ ഒറ്റൊരു വ്യക്തി നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് സോൾ പ്രൊപ്രൈറ്ററി എന്ന് പറയുന്നത്. രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് അറിയാലോ, നോർമലി കുറച്ച് പാർട്ട്നേഴ്സ് കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. മൂന്നാമത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോപ്പറേറ്റീവ് ബാങ്കുകൾ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരും. നാലാമത്തത് കമ്പനി, നോർമലി ഒരു കമ്പനി. ദെൻ അഞ്ചാമത്തത് ലോക്കൽ അതോറിറ്റി. കുറേ ലോക്കൽ അതോറിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനത്തേത്. പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആൻഡ് അതർ അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസ്. ഇതൊക്കെ ഒരു ഓർഗനൈസേഷനിൽ പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് എ മീൻസ് ബൈ വിച്ച് നെസസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് എന്റർപ്രൈസസ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ആൾസോ കോൾ ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒരു അക്കൗണ്ടിങ് എന്നുള്ളതിന് നമ്മൾ നോർമലി പറയാം ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഭാഷയാണ് ഈ അക്കൗണ്ടിങ്. അതായത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ടാണ് വേറൊരു വ്യക്തിക്ക്, മാനേജറിനാവട്ടെ, ഇന്റേണൽ യൂസേഴ്സിനാവട്ടെ, എക്സ്റ്റേണൽ യൂസേഴ്സിനാവട്ടെ, ഈ കമ്പനീൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലേ, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയപ്പെടുന്നത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആയിട്ടാണ്, ബിസിനസ്സിന്റെ ഭാഷയായിട്ടാണ്. Many users need financial information in order to make important decisions. കുറേ ആളുകൾക്കുണ്ട് ഈ ഒരു കമ്പനീൻ്റെ വിലയിരുത്തൽ അറിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കാൻ. അല്ലെ, ഒരു മാനേജറിന് ഇപ്പോഴത്തെ ഈ മാസത്തെ അവരുടെ കമ്പനീൻ്റെ ഓരോ കണക്കുകൾ വെച്ചിട്ടായിരിക്കും ഇനി എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആണ്, ലാഭത്തിലാണ് നമ്മളെ കമ്പനി ഓടുന്നത്, നഷ്ടത്തിലാണ്, എന്നുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ യൂസേഴ്സിനെ നോർമലി 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഇൻഫർമേഷൻ, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നവരെ, അതായത് അത് ഉപയോഗിക്കുന്നവരെ 2 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇന്റേണൽ യൂസേഴ്സ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്റേണൽ എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള വ്യക്തികളെയാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ പുറമേ നടക്കുന്ന കാര്യങ്ങളെയാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ പുറമേ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്, വൈസ് പ്രസിഡന്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, പ്ലാൻ മാനേജേഴ്സ്, സ്റ്റോർ മാനേജേഴ്സ്, ലൈൻ സൂപ്പർവൈസർ എക്സെട്ര. ഇവരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ്, അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ CEO ഉണ്ടാവും, അതേപോലെ മാനേജേഴ്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, മാനേജേഴ്സ്, പ്ലാൻ മാനേജർ, സ്റ്റോർ മാനേജർ, അങ്ങനെ കുറേ മാനേജേഴ്സ്. ഇവർക്കൊക്കെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓർഗനൈസേഷന് ഇത്ര ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പ്രോഫിറ്റ് ഇത്ര ഉണ്ട്, ലോസ് ഇത്ര ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അവർക്ക് നെക്സ്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് വേണം അടുത്ത ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അവരാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. External users include present and potential investors, shareholders, creditors, bank and other financial institution, debenture holders and other lenders. അല്ലേ? പിന്നെ ടാക്സ് അതോറിറ്റി, റെഗുലേറ്ററി അതോറിറ്റി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനീസ്, രജിസ്ട്രാർസ് ഓഫ് കമ്പനീസ്, അങ്ങനത്തെ കുറേ പേര്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ പുറമേ ഉള്ളവർ, മുഖ്യ ബിസിനസ്സിന് പുറമേ ഉള്ളവർ. കാരണം ഈ ബിസിനസ്സിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, അവർ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവരുടെ കുറേ പൈസ. അപ്പോൾ ഈ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഓടുന്നത് എന്ന് അവർക്ക് അറിയാൻ, അല്ലേ, എന്തായാലും അവർക്ക് ആകാംക്ഷ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ കടം തന്നിട്ടുള്ളവരുണ്ടാവും. ബാങ്ക് കടം തരും, അതേപോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ ഉണ്ട്, അവർക്ക് കടം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇക്കൊല്ലത്ത് അവരുടെ ഇത് പ്രോഫിറ്റും ലോസും ഒക്കെ അറിഞ്ഞാലുള്ള അവർക്ക് എന്താണ് നടപടി എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ അവർ. മൂന്നാമത്തെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ഈ ബാങ്കിന്റെ ഡിബെഞ്ചർ, അതും ഈ ക്രെഡിറ്റേഴ്സിൽ വരുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. നാലാമത്തത് പിന്നെ വരുന്ന ടാക്സ് അതോറിറ്റീസ്, റെഗുലേറ്ററി ഏജൻസീസ്, അതായത് ഗവൺമെന്റ്, അവർക്ക് എത്ര ടാക്സ്, അതായത് ഇക്കൊല്ലത്ത് അവരുടെ പ്രോഫിറ്റ് ഒക്കെ അനുസരിച്ചായിരിക്കും അവർക്ക് ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ അവരും ഇതിനെക്കുറിച്ച് നോക്കും. രജിസ്റ്റർ ഓഫ് കമ്പനീസ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ്, ഇങ്ങനത്തെ അവരുടെ കമ്പനിയിൽ ഇപ്പോൾ ഷെയർ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എക്സ്ചേഞ്ച് ബോർഡൊക്കെ അവരുടെ ഷെയറിനുള്ള മൂല്യം കാര്യങ്ങളൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. പുറമെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നവരെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഉള്ളിൽ ഉള്ളവർ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററിലെ പാർട്ട് 1 നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.